എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കും അല്ലേ? അവിടെ നല്ലൊരു ഡൈനിങ് ടേബിളും ഉണ്ടായിരിക്കും. പല പല വീടുകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഡൈനിങ് ടേബിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഡൈനിങ് ടേബിള് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൗകര്യത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സഹായിയെ പോലെയാണ് പലപ്പോഴും ഡൈനിങ് ടേബിളിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും. എന്നാൽ ഡൈനിങ് ടേബിളിന് അങ്ങനെ ഒരു സഹായിയുടെ റോള് മാത്രമല്ല, അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിള് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച്, അതായത് സ്നേഹത്തോടെ ഒത്തൊരുമയോടെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മേശ. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ അതിനൊരു പ്രാധാന്യം കൊടുക്കാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ അനാഥമായിട്ട് കിടക്കാറാണ് പതിവ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം ആദ്യം ഞാൻ സൂചിപ്പിക്കാം. എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയപ്പോഴും എൻ്റെ കുടുംബാംഗങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിച്ചപ്പോഴുമൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു അനുഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്ന നേരമാകുമ്പോൾ ഡൈനിങ് ടേബിൾ പലപ്പോഴും അനാഥമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ബാക്കിയുള്ളവർ ചെയറൊക്കെ ഇട്ട് ടി വിക്ക് മുന്നിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടാവും. കുട്ടികളാവട്ടെ ഫോണൊക്കെ നോക്കി ഏതെങ്കിലും മൂലയിലിരുന്ന് കഴിക്കുന്നുണ്ടാവും. ഇവിടെ പലപ്പോഴും നമ്മുടെ ഡൈനിങ് ടേബിൾ അനാഥമാണ്. ആരെങ്കിലും ഒരാൾ കഴിക്കുന്നത് തന്നെ മിണ്ടാനും പറയാനൊന്നും ആരുമില്ല, അവരെ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റങ്ങ് പോകും. അനാഥമായിട്ട് ആരോടും മിണ്ടാനും പറയാനോ ഒന്നുമില്ലാതെ, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ആ ഡൈനിങ് ടേബിള് അനാഥമായിട്ട് കിടക്കും. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഡൈനിങ് ടേബിള്, നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിള് അങ്ങനെ അനാഥമായിട്ട് കിടക്കേണ്ടതെന്നല്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരിടമാവണം നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളും ഭക്ഷണം കഴിക്കുന്ന സമയവും. അല്ലാതെ ചിതറിപ്പോവരുത്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മളൊക്കെ വഴുതി വീണപ്പോൾ ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ ഒരുപാട് വിള്ളലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ആ വിടവൊക്കെ നമുക്ക് നികത്തണമെങ്കിൽ വീട്ടിലെ ചില കാര്യങ്ങളിൽ നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ കൂടി ഉണ്ടാവും. ഇതാണ് ഇന്നത്തെ കാലത്തെ വീട്ടിലെ അവസ്ഥ. ഈ അംഗങ്ങളെ പോലും കൂട്ടിയോജിപ്പിച്ച് ഒരേ സമയം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധമൊക്കെ രൂപപ്പെടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും ഈ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും വിളിച്ച് ചുറ്റും വട്ടമിട്ടിരുന്ന് ഈ ഭക്ഷണം എല്ലാ പ്ലേറ്റിലും ഷെയർ ചെയ്ത് സ്നേഹത്തോടെ ഒത്തൊരുമയോടെ കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒരു നല്ല നിമിഷം മാത്രമല്ല, ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വലിയ ഒരു ആത്മബന്ധം, ഒത്തൊരുമ രൂപപ്പെടുന്നതിന് അത് കാരണമാകുന്നില്ലേ? എല്ലാ ദിവസവും ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വളരെ മനോഹരമല്ലേ? പലപ്പോഴും നമ്മുടെ വീടുകളിൽ അത് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. അച്ഛൻ വേറൊരു ലോകത്ത്, അമ്മ വേറൊരു ലോകത്ത്, മക്കള് വേറൊരു ലോകത്ത്, അങ്ങനെ മൂന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരു അന്തരീക്ഷം പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ട്. അത് മാറണം. കൂടിച്ചേരലുകളും കൂട്ടിയോജിപ്പിക്കലുകളും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവണം. അതിന് ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് സുന്ദരമായിട്ടുള്ള അനുഭവവും കുടുംബത്തിൻ്റെ വലിയ കെട്ടുറപ്പുമായിട്ട് അത് മാറുമെന്നത് കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. അത് മാത്രവുമല്ല, നമ്മളെ മക്കളൊക്കെ ഇതുപോലുള്ള നല്ല നല്ല മൂല്യങ്ങൾ കണ്ടു പഠിക്കേണ്ടതില്ലേ? ഈ ഷെയർ ചെയ്യുന്ന പരിപാടിയും സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടി എല്ലാവർക്കും വീതിച്ച് എല്ലാവർക്കും കിട്ടിയെന്ന് ഉറപ്പുവരുത്തുന്ന മനോഭാവമൊക്കെ അവർക്ക് പിന്നീട് ഗുണം ചെയ്യും. ഇന്നത്തെ കുട്ടികൾ നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ അവർ പഠനത്തിൻ്റെയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാടും വീടും കുടുംബമൊക്കെ വിട്ടിട്ടങ്ങ് പോകും. അവിടെ അതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാകും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ. അവരോടൊപ്പം ഒത്തൊരുമയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുമൊക്കെ മറ്റുള്ളവരുടെ മനസ്സൊക്കെ മനസ്സിലാക്കിയിട്ടുമൊക്കെ ജീവിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ച ഈ മൂല്യങ്ങളൊക്കെ അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട്
ഡൈനിങ് ടേബിള് നമ്മുടെ വീട്ടിൽ ഇനി അനാഥമായി പോകരുത്. അവിടെ നന്മയും സ്നേഹവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കൂടിച്ചേരലുകൾ എല്ലാ ദിവസങ്ങളിലും സംഭവിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നല്ല നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിലെങ്കിലും ഉണ്ടാക്കാൻ നമുക്കൊരു ശ്രമം നടത്താം. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റും വലിയ മാറ്റങ്ങളും കൊണ്ടുവരാനാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തെ ഭംഗിയുള്ളതാക്കിയിട്ട് നിലനിർത്തുന്നതെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഏതായാലും മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കേട്ടു നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി.